തമിഴ്നാട്ട് മന്മഥനെ വാര വാര അഴക് 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 പോണ. അപ്പൊ ഗായ്സ് ഞങ്ങള് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളപ്പോ നാടൻ തമിഴ് സ്റ്റൈൽ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇവരെ വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല, ഇവിടെ എന്നെ കൊത്തി ശരിയാക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇല്ല 1 2 3 സ്റ്റാർ. നീലമിഴി കണ്ണുകളിൽ ദേശം ചേലാണ് നല്ല ചേലാണ് എന്തേരും നീല കണ്ണുള്ള പെണ്ണാണ്, ചെറുക്കനാണ്. വാ പോയേക്കാം. അപ്പൊ ബാ ഗൈസ്, നമുക്ക് ഇതിനെ തട്ടാം. ഓക്കെ, ഫോളോ മീ. ഇത് കാണിച്ചൊക്കെ കത്തിയുണ്ടാവും ഗൈസ്. പാകം ഇപ്പൊ തീരും. നമ്മുടെ ചിക്കൻ ഇവിടെ സുന്ദരക്കുട്ടപ്പനായ ചിക്കൻ ദേ ഇവിടെ കഴുകി വൃത്തിയായി ഡ്രസ് ചെയ്ത്, ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ചിക്കൻ മസാല, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ പേരട്ടി അങ്ങോട്ട് അവനെ അങ്ങ് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാനങ്ങ് വെക്കുന്നത്. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മസാല റെഡിയാക്കണം. അതിനു വേണ്ടി നമ്മൾ കാശ്മീരി മുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പെരുംജീരകവും ജീരകവും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു ഏലക്ക, പിന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് വേണ്ടതിൻ്റെ അകത്ത് മല്ലി പുതിനയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അരപ്പെന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് പൊടികൾ മൂന്നും മൂപ്പിച്ചെടുക്കുക, ബാക്കി എല്ലാം മൂപ്പിച്ച പൊടിയുടെ കൂടെ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതാണ് നമ്മുടെ ഫൈനൽ നല്ല ഇതിന്റെ ഈ കറിയുടെ മെയിൻ പേസ്റ്റ് അല്ലേ, മസാല എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമുക്ക് ഇതാണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇനി നമുക്കിത് തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇതിനകത്തിടാം. സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, അതിലേക്ക് തക്കാളി കറിവേപ്പിലയും കൂടെ ഇടാം. നമ്മുടെ സവോളയും തക്കാളിയും നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ മെയിൻ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം വാടുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ജാറ് കഴുകിയ വെള്ളം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം, കളയണ്ട. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. നന്നായിട്ട് ഇളക്കാം. അന്നേരം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞളും ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെസ്റ്റ് കഴിഞ്ഞ് ചിക്കൻ വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ആ മസാല ഇതിലേക്ക് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിക്കണം. അത് നമുക്ക് ലൂസിക്ക് കൊടുക്കാം. നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാടൻ കോഴിയാണ്, നല്ല വേവാണ്, അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം ഇത് വേവായോ ഇല്ലയോ എന്ന്. ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂറോളം എടുക്കും. അപ്പം നമുക്കിത് മൂടി വെക്കാം. അപ്പൊ എന്തായി, എവിടം വരെ എത്തി നമ്മുടെ നാട്ടു കോഴിക്കുളമ്പ്? നമുക്കിപ്പോ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നാട്ടു കോഴിക്കുളമ്പ് പ്രമാദമായിருக்கு. ரொம்ப பிரமாதமா இருக்கு. തമിഴ് മക്കള് ഞങ്ങളോട് ക്ഷമിക്കണം. കൊഞ്ചം കൊഞ്ചം തമിഴ് പേസ அப்படி ஒண்ணுமே தெரியாது. തെറി ഇങ്ങനെ പറഞ്ഞ തെറി ആകരുത്. அப்படி ஒண்ணுமே தெரியாது. ഇപ്പൊ നമ്മുടെ ഇതാണ്ട് ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് നല്ല എന്താ തിക്ക് ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനിയാണ് മക്കളെ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ നല്ലതാണ് തേങ്ങാപ്പാൽ. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കേ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതാ നമ്മുടെ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടങ്ങ് വാങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ എന്ത് റെഡിയായി? നാട്ടുകോഴിക്കുളമ്പ് റെഡിയായി. അപ്പം ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് കപ്പയാണ് കേട്ടോ. നല്ല കപ്പ വേവിച്ചതും നമ്മുടെ നാട്ടുകോഴിക്കുളമ്പും കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കത് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടുകോഴിക്കുളമ്പ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കിണ്ണം കച്ചായിട്ടാണ്. എനിക്കിതാ കഴിച്ച് വായിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പം ഇതെല്ലാവരും അതെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതാ കുറച്ച് കപ്പ ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ നാട്ടുകോഴിക്കുളമ്പ് എങ്ങോട്ടൊന്ന് കുഴച്ചടിച്ച് ഇങ്ങനെ നന്നായിട്ട് ഗ്രേവിയിൽ ഇളക്കി അതിലൊരു പീസ് കൂടെ വെച്ച് നിങ്ങൾക്ക് ഒന്ന് കഴിച്ച് നോക്കട്ടെ ഗൈസ്. പൊളി 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 സൂപ്പർ സോങ്. എല്ലാം ട്രൈ ചെയ്യണോ? ഇങ്ങനെയുണ്ടാവും എൻ്റെ എക്സ്പ്രഷൻ. ഇങ്ങനെയുണ്ടോ? അടിപൊളി അടിപൊളി. അപ്പം നമ്മുടെ നാട്ടുകോഴിക്കുളമ്പ്. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ബൈ.